28 സെക്കൻഡ്, 29 സെക്കൻഡ്, 32 സെക്കൻഡ്, 35. ഹായ് നാഷ് MK. ഹായ് ഹായ്. ഞാൻ ആദ്യമായിട്ടാണ് പകൽ വരുന്നത്, മിക്കവാറും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലാണ് വരുന്നത്. ഹായ് നാഷ് MK. ഹായ് ഹായ് സാൻവി. ഹായ് അനീഷ്. ഹായ് ഷംസു. ഹായ് സതീഷ്. ഹായ് ഹായ് കുട്നു. ഹായ് ബ്ലൂ. ഹായ് വിജിമോൻ. എല്ലാവരും ലൈക്ക് അടിക്കണേ. അല്ല നാശ്, നാശ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം വന്നത്. സാൻവി ആണല്ലോ ആദ്യം വന്നത്. ഹായ്. ഞാൻ ആദ്യമായിട്ടാ പകൽ ഇങ്ങനെ ലൈവിൽ വരുന്നത് കേട്ടോ. ഹായ് എല്ലാവരും. ഹായ് CP. ഹായ് ബ്ലൂ. ഹായ് ആരോമൽ. ഹായ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഴിച്ചോ? ഞാൻ വിചാരിച്ച് ലൈവ് പോയിട്ട് കഴിക്കാമെന്ന്. ഞാൻ ഒന്നും കഴിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഉണ്ടാക്കുന്നു. ആ ബ്രെഡ്, മുട്ട ഇരിപ്പുണ്ട്. എണ്ണ തേക്കണം കേട്ടോ, എണ്ണ. ഹായ് ഹായ് ദിവാകരൻ. ലവ് യു ടു. എല്ലാവരും ലൈക്ക് അടിക്കണേ. 59 പേര് വന്നിട്ടുണ്ട്, 13 പേരെ ലൈക്ക് അടിച്ചുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കണേ. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഒട്ടും നെറ്റ് പ്രോബ്ലം. ഞാൻ വീഡിയോ, മറ്റേ ഡ്രസ് വാഷിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. കുളിച്ചില്ല, തല കുളിച്ചില്ല. തല ഇന്നലെ കുളിച്ച്. തല എപ്പോഴും കുളിച്ചാൽ ഭയങ്കര തുമ്മല, അലർജി ഉണ്ട്. ഹായ് ഷംസു. ഷംസു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടേ. താങ്ക് യു. ഗിഫ്റ്റ് അല്ല, സൂപ്പർ ചാറ്റ്. പല്ലോ ഡ്രോപ്പ്. അത് ഗുഡ് മോർണിംഗ് വിശ്വനാഥ്. ഹസ്ബൻഡ് എന്ത് പറഞ്ഞു വീഡിയോ കണ്ടിട്ട്? ഹസ്ബൻഡ് പറഞ്ഞു ഒട്ടും കൊള്ളത്തില്ലെന്ന്. ഇമാതിരി തറ വീഡിയോ ഒക്കെ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചു. എന്നെ വഴക്ക് പറഞ്ഞു. കള്ളം പറയാൻ അറിയത്തില്ല, സത്യസന്ധമായിട്ട് പറയണ്ടേ. ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട് ഡെയിലി വ്ളോഗ്. അപ്പം നമ്മൾ സാധാരണ വീട്ടമ്മമാരായതുകൊണ്ട് നമ്മൾ സെലിബ്രിറ്റി ഒന്നുമല്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് മാറുന്നു. ശരിക്കും സമൂഹം ഈ വൃത്തികേടായിട്ട് എല്ലാം കാണുന്നത് കൊണ്ടാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. മുഖം തോർത്ത് വെച്ച് മൂടാനോ? എൻ്റെ പൊന്നെ, ഐ വാണ്ട് യുവർ കമ്പനി. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാ. ഗുഡ് മോർണിംഗ് സജീവ്. ഹായ് സോണിക് ബൂസ്റ്റർ. ഹായ് ഹർപ്രീത് സിംഗ്. ബാബിജി ആപ്പ് ബഹുത്ത് സുന്ദർ ഹോ ഏക്ക് പാപ്പി ദോ. പാപ്പി എന്ന് പറഞ്ഞ ഉമ്മയെന്നാണോ? അല്ല, ഹിന്ദിയിൽ പാപ്പി. ഹിന്ദി. താങ്ക് യു. എല്ലാവർക്കും ഹായ് പറയാം. ഹായ് വൈശാഖ്. ഹായ് അലക്സിസ്. ഹായ് CP. ഹായ് അബ്ദുൾ. ഹായ് പ്രേംജിത്ത്. ഹായ് ചോട്ടു. ഹായ് സജീവ്. ഹായ് സ്വരൂപ്. ഹായ് സന്തോഷ്. ഹായ് ബിലാൽ. കിസ് യു. ലവ് യു. പിന്നെ എല്ലാവരുടെയും പേര് പറയണ്ടേ. ഹായ് രാമൻ. ഹായ് സദാശിവൻ. ഹായ് ചോട്ടു. ഹായ് സോനു. ഹായ് അക്ഷയ്. ഹായ് ആതിര. ഹായ് അനീഷ്. ഹായ് സോനു. ഹായ് ആത്മം ചോദിക്കുന്നത് സുഖാണോ? സുഖം. ഹായ് എല്ലാവർക്കും സുഖം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയ സാരിയാണ്, ഞാനെല്ലാം ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത്. കടയിലൊന്നും ഓണക്കോടി എടുക്കാൻ മാത്രം അടുത്തുള്ള കടയിൽ പോയി. സ്ഥലം കൊല്ലം ജില്ല, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഹായ് ആദിത്യൻ. ആദ്യം പറയുന്നത് സുന്ദരിയാണെന്ന്. താങ്ക് യു.
ഷാജഹാൻ ഹായ്, സുഖമാണോ? സുഖം. സോണിക് ബൂസ്റ്റർ ലൈവിൻ്റെ ഹായ്. അയ്യോ, അതൊക്കെ പരസ്യമായിട്ട് എങ്ങനെയാ പറയുന്നത്? സൈസൊക്കെ ചോദിക്കുന്നു. വീഡിയോ ഇടുവോ? വീഡിയോ നാളെ നാളെ നിങ്ങൾ പറഞ്ഞ ആദ്യം ഹൗസ് ക്ലീനിങ് ആണ് എല്ലാവരും പറഞ്ഞ, അത് ചെയ്തു. പിന്നെ അത്തപ്പൂക്കളം മാത്രമേ ഇതുവരെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഓണത്തിനല്ലേ നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ പറ്റൂ. ഇനി അടുത്ത വർഷമല്ലേ, അല്ലാതെ വേറെ ഐഡിയ ഒന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ അനുസരിച്ച് ഹൗസ് ക്ലീനിങ് വീഡിയോ നമ്മൾ ചെയ്തു. ആദ്യമായിട്ടാണ് ഹൗസ് ക്ലീനിങ് വീഡിയോ ചെയ്തു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ല. യൂട്യൂബ് പറഞ്ഞ ആഡ് തരത്തില്ല, അഡൽട്ട് കണ്ടന്റ് ആണെന്ന് പറഞ്ഞു തറ തുടയ്ക്കുന്നത്. പിന്നെ രണ്ടാമത് ഫിഷ് ക്ലീനിങ്, അതിന് എനിക്ക് ആഡ് കിട്ടി. ലൈക്കും വ്യൂസും കുറവാണ്, പക്ഷെ എനിക്ക് ആഡ് കിട്ടി. അപ്പോൾ അത് നമുക്കൊരു ഏണിങ്സ് കിട്ടുമല്ലോ. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്തത് എന്താ, ഡ്രസ് വാഷിങ്, അതിനും ആഡ് കിട്ടി. അപ്പോൾ അതും പൊളിയായി. പക്ഷെ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തത് തറ തുടയ്ക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും തറ തുടയ്ക്കുന്നത്. പക്ഷെ എനിക്ക് ആഡ് കിട്ടിയില്ല. പക്ഷെ ഞാൻ പ്രോഡക്ട്സ് ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നോക്കണേ, ഞാൻ വീഡിയോസിൽ കുറേ പെർഫ്യൂം, പൗഡർ, പിന്നെ കുറേ പ്രോഡക്ട്സ് ഒക്കെ, ഷർട്ട്, ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ, സാരി, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കണേ, എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്ങനെയാണ് അതിൻ്റെ കമ്മീഷൻ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കണേ. ഞാൻ വീഡിയോസിലെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈവിൽ വന്നേന്. കക്ഷം കാണിക്കുമ്പോൾ, കക്ഷം എപ്പോഴും കാണിക്കുന്നേ അതാണ്ട്. പിന്നെ നൈറ്റ് ഇല്ലേ ഇന്ന് ലൈവ്? ഇന്ന് വൈകിട്ട് ഒരു റിസപ്ഷന് പോകണം കേട്ടോ. ഞാൻ അങ്ങനെ പോകത്തില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ വെളിയിൽ പണ്ടൊന്നും അങ്ങനെ പോകാനായിട്ട്, അങ്ങനെ ഹസ്ബൻഡ് കടയല്ലേ, അങ്ങനെ പോയിട്ട് പണ്ടൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവ് ആയപ്പോഴത്തേക്ക് അങ്ങനെ പുറത്ത് അങ്ങനെ പോകണം, അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഒരു ഫംഗ്ഷൻ ഞാനങ്ങനെ പോകാറില്ല. അപ്പം ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷന് വൈകിട്ട് ലൈവിൽ വരാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും മാക്സിമം പോയിട്ട് വന്നിട്ട് ലൈവിൽ വരാം. പൂക്കൾ കാണിക്കുക, ഇത് അഡൽട്ട് കണ്ടന്റ് ആയിപ്പോത്തില്ലേ കൊച്ചേ. എല്ലാവരും ഓരോന്ന് കാണിക്കുന്നു പറയുന്നു. ഹായ് കുമാർ ഗിരീഷ്, താങ്ക് യു. ഒരു സൂപ്പർ ചാറ്റ് അടിച്ചിട്ടുണ്ടേ, ഞാൻ ലൈക്കും അടിച്ചിട്ടുണ്ട്. താങ്ക് യു കുമാർ ഗിരീഷ്. ടാങ്കോയിലൊന്നും ഇല്ല. വീട്ടിൽ ഒരുപാട് ജോലിയില്ലേ, അപ്പോൾ എല്ലാത്തിലും എങ്ങനെ ആവും? എണീറ്റ് നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. തമിഴ് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സാരി എല്ലാവർക്കും ഇഷ്ടമായോ? തിരിഞ്ഞ് നിൽക്ക്. ഐ ലവ് യുവർ ബെല്ലി. വയറ് കുറയ്ക്കണം. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണ്. താങ്ക് യു. എല്ലാവരും ബാക്ക് സൂപ്പർ എന്ന് പറയുന്നു. താങ്ക് യു. താങ്ക് യു. ഗിഫ്റ്റ് അടിച്ച, സൂപ്പർ ചാറ്റ് അടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് അടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കണേ. 103 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ. വെബ്സൈറ്റ് ഒന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ റീൽസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. റീൽസ്, ഷോർട്സ്, ഡാൻസ്, പാട്ട്, പിന്നെന്താ മോഡലിങ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരാൾ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, നന്ദു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. താങ്ക് യു നന്ദു, താങ്ക് യു സോ മച്ച്.
നാട്ടിലെവിടെ? നാട്ടില് അപ്പോൾ പ്രവാസികളായിരിക്കും, അതുകൊണ്ടല്ലേ നാട്ടിലെവിടെയെന്ന് ചോദിക്കുന്നത്. നാട്ടില് പ്രവാസികൾ, അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് നിൽക്കുമല്ലേ, അതുകൊണ്ടല്ലേ നാട്ടിലെവിടെയെന്ന് ചോദിക്കുന്നത്. നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നാട്ടിലെവിടെ? നാട്ടിൽ കൊല്ലം ജില്ലയാണേ. ശരിക്കും എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. കൊട്ടാരക്കരയല്ല ജനിച്ചത്. കൊട്ടാരക്കര, അമ്മയുടെ വീട് കൊട്ടാരക്കരയാണ്. അപ്പോൾ കൊട്ടാരക്കരയാണ് ജനിച്ചത്. ഹായ് മനു ഗീത തുളസി, താങ്ക് യു സോ മച്ച് മനു ഗീത തുളസി. എനിക്ക് എപ്പോഴും എനിക്ക് സൂപ്പർ ചാറ്റ് അടിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. കക്ഷൻ കാണിക്കുന്നു. നൈറ്റി വീഡിയോ മതി, സാരി വേണ്ട. ചിലർ പറയുന്നു നൈറ്റി ഇടാൻ, ചിലർ പറയുന്നു സാരി ഉടുക്കാൻ, ചിലർ പറയുന്നു ചുരിദാർ ഇടാൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. പ്ലീസ് കക്ഷം കണ്ടു ആൻഡ് യുവർ ഹെയർ നീല. പിന്നെ ഇത് ഇങ്ങനെയൊന്നും നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സിറ്റി അല്ലല്ലോ, നമ്മൾ ഗ്രാമപ്രദേശമല്ലേ. സിറ്റിയിലൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, എന്നാലും റിലേറ്റീവ്സിനൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു. പക്ഷെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം മാറും അല്ലേ. സോണിക് ബൂസ്റ്റർ ബിഗ് ഫാൻ, താങ്ക് യു. ഇൻസ്റ്റയില് ലൈവ് വരാറില്ല, ശരിയാ. ഇൻസ്റ്റയിലും യൂട്യൂബിൽ ലൈവ് വരാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് ലൈവ് വരാൻ. അപ്പോൾ ഈ അത്തപ്പൂക്കളം വീഡിയോ, അപ്പം ഇൻസ്റ്റയിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റുമല്ലോ. യൂട്യൂബിൽ അതില്ലല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമൻസിൽ കൂടെ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ലൈവ്, കാരണം അത്തപ്പൂക്കളത്തിന് അത്രയും സപ്പോർട്ട്, അത്രയും നല്ല കമൻസ്, ബാഡ് കമൻസ് ഒരുപാടുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയും ആൾക്കാർ. നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്താലും ഡ്രസ് വാഷിങ്, സാരി ഡ്രൈപ്പിങ്, ഹൗസ് ക്ലീനിങ്, ഇതൊക്കെ സെലിബ്രേറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ അതിന് കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും, ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയും. നമ്മൾ സാധാ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ആരും അത് വ്യൂ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ് വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്തപ്പൂക്കളൊക്കെ വ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഇച്ചിരി മാറിയ മണ്ണന്തലയൊക്കെ കഴിഞ്ഞിട്ടാണ്. ബ്ലൂ ബ്ലൗസ് ഇട്ട് പുറത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ സാരി എല്ലാം നമ്മൾ ഓൺലൈൻ. ഒരാളും കൂടെ അടിച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിൽ സബ് ചെയ്തിട്ടുണ്ട്, നോക്കണേ മെസ്സേജ്. നോക്കാം. താങ്ക് യു ജിഷ്ണു, താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. താങ്ക് യു ജിഷ്ണു, താങ്ക് യു സോ മച്ച്. ഓപ്പൺ കരോ ഹെയർ സ്റ്റൈൽ. ഇത് ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷെ ഇൻസ്റ്റയിൽ നമുക്ക് ഈ മെസ്സേജ് എന്താ അറിയാമോ, നമ്മൾ ഇതിൽ പോവും, മെസ്സേജ് റിക്വസ്റ്റിൽ പോവും. അതാ പ്രശ്നം. മെസ്സേജ് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരുപാട് മെസ്സേജ് വരും. അപ്പോഴത്തേക്ക് അത് റിക്വസ്റ്റ് പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ റിക്വസ്റ്റ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം ആൾക്കാരെ. ഇതിപ്പോൾ ജിഷ്ണു ഓർമ്മയുണ്ട്, ഞാൻ നോക്കാം, ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. മുടി അഴിച്ചിട്ടല്ലോ. സൈസ് മാക്ബത്ത് എന്ന് പറയുന്ന ഒരാൾ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ്. ഇപ്പോഴും മോള് കഴിച്ചു. ചേച്ചി ലൈവ്, എനിക്ക് കൂട്ട് വേണം. ഹായ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം എത്ര പേര് വന്ന്? 516 പേര്. 206 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കണേ വീഡിയോയ്ക്ക്. വ്ളോഗ് ആക്കിക്കൂടെ? 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഡെയിലി വ്ളോഗ് ആക്കിക്കൂടെ? 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സോ?
എനിക്ക് 50 ലക്ഷം ഇല്ലല്ലോ. വീട് നൈറ്റ് ഇടുവോ? നൈറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? കാമുകൻ ഒരു ഐഡിയുടെ പേരാണേ, കാമുകൻ. ഹായ്. സോൾജർ സൈസ് പറയാൻ പറയുന്നത്, അതൊക്കെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാമോ? അറിയത്തില്ല. ഇൻസ്റ്റയിൽ PM ഒരു മെസ്സേജ് വിട്ടിട്ട് ഒരു മൈൻഡും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റയിൽ ഭയങ്കര പാടാണ്. ഇങ്ങനെ തള്ളുന്നതല്ല, ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഒരുപാട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ്. അതാ റിക്വസ്റ്റ് പോകും കുറേ. മെയിൻ സ്ട്രീമിൽ മെയിൻ ഇതിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. റിക്വസ്റ്റ് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന്, അപ്പം മിക്കവരും റിയൽ നെയിം ഒന്നും അല്ലല്ലോ, അപ്പം അതിൽ നിന്ന് കണ്ടുപിടിക്കണം. രതീഷ് ചേച്ചി ആരെങ്കിലും കമൻ്റ് അടിക്കാറുണ്ടോ വഴിയിൽ വെച്ച്? ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിപ്പം കമൻ്റ് അടിക്കുക, ഇങ്ങനെ വൃത്തികെട്ട കമൻ്റ് ഒക്കെ അടിക്കത്തില്ലേ, നീ തടിച്ചിയ, കൂടുതലും നീ തടിച്ചിയ, പിന്നെ ഇരട്ടപ്പേരുണ്ട് ചക്ക, പിന്നെ തടിച്ചി, ആന എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കരയിൽ അന്ന് പിന്നെ കുറച്ച് ദിവസം ഫുഡ് കഴിക്കാതെയൊക്കെ ഇരിക്കും, മെലിയാൻ വേണ്ടിയേ, അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞാലും പോടാ പുല്ല് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. ഇൻസ്റ്റന്റ് ഡാൻസ് കളിക്കുമ്പോൾ പറയാം ഡാൻസ് ഭയങ്കര ബോറാ, ചേച്ചിയെ പോലെയൊക്കെ ഉള്ള ആൻറ്റിമാർക്ക് ഡാൻസ് കളിക്കുന്ന കൊള്ളത്തില്ല, നിങ്ങൾക്ക് എന്തോ കഞ്ഞിയും കറിയൊക്കെ വെച്ച് വീട്ടിലിരുന്ന് സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം തൊലിക്കട്ടിയ. കാമുകൻ എന്തോ പറയുന്നു, കാമുകൻ ആഹാ ഒരു ഡാൻസ് കളിച്ചേ നോക്കട്ടെ. ഡാൻസ് ഇങ്ങനെ കളിക്കാൻ പറ്റത്തില്ല, പാട്ടില്ലാതെ ഡാൻസ് ഇങ്ങനെ കളിക്കും വെറുതെ. പിന്നെന്താ, സജീവ് പറയുന്നു ബിഗ് ഫാനാണെന്ന്. തടിയാണ് രസം, ശരിയാ, തടിയാ. പക്ഷെ അസുഖമൊന്നും വരാൻ പാടില്ല. ഷുഗർ, പിന്നെ പ്രഷർ, കൊളസ്ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പക്ഷെ ഇച്ചിരിയൊക്കെ വണ്ണം ഉണ്ടെങ്കിലേ കൊള്ളാവൂ. സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഒരു ഷേപ്പ് വരത്തുള്ളൂ. തീരെ മെലിഞ്ഞിട്ടാണെങ്കിൽ ബോറാ. പിന്നെന്താ, പിന്നെ എത്ര തടി ഉണ്ടെങ്കിലും ഒരു ഷേപ്പ് വേണം. ഷേപ്പ് ഉണ്ടെങ്കിൽ ഓക്കെയാ. പിന്നെ മെലിഞ്ഞവരാണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ സൂപ്പറാണ്. പിന്നെ എല്ലാം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആര് നമ്മളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൈവം എല്ലാവർക്കും ഒരു ബ്യൂട്ടി തന്നിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കാത്തതാണ്. ഞാൻ കോളേജൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ കൊള്ളത്തൊന്നുമില്ല. പിന്നെ ആരും കമൻ്റ് അടിക്കാത്തതിന്, ലൈൻ അടിക്കാത്തതിനൊക്കെ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭംഗി ദൈവം തന്നിട്ടില്ലേ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഭംഗിയും വരും. നമ്മൾ പിന്നെ റീൽസ് ചെയ്ത് പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് ആരെ കാണാനും സൂപ്പറാണ്. എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇപ്പം എന്താ ചിലവർ അറിയാം, ഓരോരുത്തർക്കും ഓരോ കുറവുകൾ ദൈവം. എൻ്റെ അടുത്തില്ല, പല്ലൊക്കെ പൊങ്ങിയിട്ടാ. നീ ഒന്ന് വിളിക്കുക, അച്ഛന് നിന്റെ ഫോണിൽ നിന്ന് വിളിക്കും. ഇന്നലെയും നമ്മൾ ലൈവ് പോയപ്പോൾ എടി നീ മാറി നിന്ന് സംസാരിക്കണേ, അടുക്കളയല്ലേ. ഇന്നലെ നമ്മൾ ലൈവ് പോയപ്പോൾ ഇല്ലേ, ലാസ്റ്റ് വന്നപ്പോൾ ഹസ്ബൻഡ് വന്നു. പിന്നെ ഞാൻ പേടിച്ചു പോയി. പിന്നെ കാരണം ഹസ്ബൻഡ് വരുമ്പോൾ ചോറൊക്കെ കൊടുക്കണ്ടേ, അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് ചിലവർക്കൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഡാൻസ് റീൽസിൽ നമ്മൾ കളിക്കാം. പിന്നെ തടിയാണ് ആളെ രസം കാണാം. താങ്ക് യു. എന്നാലും കുറച്ച് വയറൊക്കെ കുറയ്ക്കണം. വയറ് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പായ സൂപ്പറായിരിക്കും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. എനിക്ക് ഇപ്പം തന്നെ 96 കിലോ ഒക്കെ ഉണ്ട്. അത് കുറയ്ക്കണം. അത് കുറച്ച് എൻ്റെ ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു 70 റേഞ്ച്, അതിലോട്ട് വരണം. ഒരു മിനിറ്റ്. ഹലോ, അല്ല ഇന്ന് വൈകിട്ടില്ല, അതുകൊണ്ട് ശരി ശരി ശരി.
അയ്യോ കറണ്ടും പോയല്ലോ. അയ്യോ ഇവിടെ കറണ്ട് പോയി കേട്ടോ. ഇനി വൈകിട്ട് വരാം ലൈവ്. കറണ്ട് പോയി കേട്ടോ. 634 പേരുണ്ട്, പക്ഷെ 281 പേരെ ലൈക്ക് അടിച്ചുള്ളൂ. ആഹാ, ഒരു ഡാൻസ് കളിച്ചു. ഡാൻസ് നമുക്ക് റീൽസിൽ ഡാൻസ് കളിക്കാം. ഒരാൾ തെലുങ്കിലെങ്ങാണ്ട് ടൈപ്പ് ചെയ്യുന്ന, എനിക്കറിയത്തില്ല വായിക്കാനായിട്ട്. ഷോ യുവർ സാരി. സാരി ഇഷ്ടമായോ? മൊഞ്ചത്തെയാണല്ലോ. ഗർഭിണിയാണോ? ഗർഭിണിയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കമൻ്റ് അടിച്ചാൽ നമുക്ക് ഇതാവും, എന്താ ഒരുമാതിരി ഫീലാവും. ഇപ്പം അതും ഒരുമാതിരിയില്ല മരവിച്ച അവസ്ഥയാണ്. അത് ഏട്ടനും മൊബൈൽ ഷോപ്പാടാ. ഹാപ്പി ബർത്ത്ഡേയോ? ബർത്ത്ഡേ ഇപ്പോഴല്ല, ബർത്ത്ഡേ കഴിഞ്ഞ്. ഇൻസ്റ്റ ലൈവ് വരാറില്ല. ഇൻസ്റ്റ ലൈവ് വരത്തില്ല. ഇൻസ്റ്റയിൽ ഇതുള്ളതുകൊണ്ടേ ചാറ്റ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ പറ്റുമല്ലോ. ഇതിലും ഉണ്ടെന്ന് തോന്നി. ഇപ്പം നെഗറ്റീവ് കണ്ട് ആസ്വദിച്ചിട്ട് കുറേ എണ്ണം നെഗറ്റീവ് പറയും. പാദസരം. അയ്യോ പാദസരം എങ്ങനെ കാണിക്കും? പാദസരം ഒരാൾ പറയുന്നു പാദസരം കാണിക്കും. ഇപ്പം കണ്ടോ? ചേച്ചി ആരാ ചീത്ത പറഞ്ഞ്? ചീത്തയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പം എന്താ, ഒരു 1000 പേര് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 2 കീടാണുക്കൾ കാണും. 2 പേർക്ക് ക്രിമിനടി കാണുമല്ലോ, ക്രിമിനടി ഉള്ളവർ കാണുമല്ലോ. അപ്പോൾ നമ്മളെന്തിനാ അത് മൈൻഡ് ചെയ്യുന്നത്? 1000 പേരുള്ളപ്പോൾ 998 പേര് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 കീടാണുക്കളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സിദ്ദിഖ് പട്ടാമ്പി. മുത്തേ ചക്കരെ. എന്താ മുത്തേ? ചീത്ത പറയുന്നവർ ഒരുപാടുണ്ട് ഈ ലോകത്ത്. പിന്നെന്താ, നമുക്ക് ഞാൻ ഇത്രയും നാൾ ജീവിച്ചതെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈഫേ ഉള്ളൂ. നമുക്ക് ലൈവ് പോകാനും റീൽസ് ചെയ്യാനും പാടാനും ഡാൻസ് കളിക്കാനും എല്ലാത്തിനും ഈ ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വെറും പുഴു അല്ലെങ്കിൽ പൊടി. പക്ഷെ അതാരും മനസ്സിലാക്കാതെ കുറേ എണ്ണം അഹങ്കരിച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ സംസാരിക്കാതിരിക്കുക, അതാണ് ബെറ്റർ. പിന്നെ അത് അവരുടെ കാര്യം. അങ്ങനെ സംസാരിക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അവരെ നമ്മൾ കൂടെ കൂട്ടാതിരിക്കുക. പോസിറ്റീവ് പറയുന്നവരെ മാത്രമേ നമ്മൾ കൂടെ നിർത്താവൂ. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എന്തോ ഒരു എല്ലാവരും സൈസ് പറയാൻ പറയും. പെയ്ഡ് കോളില്ല. ഇൻസ്റ്റ ഐ ഡി ദിവ്യ.rahul.94. ദിവ്യയുടെ നിലപാട് എല്ലാം നല്ലത്, നല്ലൊരു പേഴ്സണാലിറ്റി. താങ്ക് യു ശ്രീകുമാർ. എൻ്റെ ഭയങ്കര ഫാനാണ് ശ്രീകുമാർ. എനിക്ക് എല്ലാ എൻ്റെ വീഡിയോസിലും കമൻ്റ് ഇടുന്ന ആളാണ്, നല്ലൊരു മനുഷ്യനാണ്. താങ്ക് യു. തക്കാളിക്ക് കല്യാണം ഒരു ഐഡിയുടെ പേരാണ്. ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ലവ് യു ടു തക്കാളി. സൈസ് ലൈവ് ഉദ്ദേശം. ലൈവ് എന്താ ഉദ്ദേശം? ലൈവ് നിങ്ങളെയൊക്കെ കാണുക, സംസാരിക്കുക. ഒരുപാട് പേര് ലൈവിൽ വരാൻ പറഞ്ഞു. ചോറ് കറി അതാണ് പ്രശ്നം. അതൊക്കെ റെഡിയായില്ലെങ്കിൽ വീട്ടുകാരുടെ തല്ല് കിട്ടും. സാരി ഒന്ന് ഫുള്ള് കാണിക്കുമോ? ബ്ലൗസ് കാണിക്കുമോ? ബ്ലൗസ് ജിഷ്ണു അല്ലേ പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബറാണെന്ന്? ലവ് യു. താങ്ക് യു. ജിഷ്ണു ഒരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. താങ്ക് യു ജിഷ്ണു. ഗുഡ് മോർണിംഗ്. TVM
ചേട്ടന് ജോലി കടയാണ്, മൊബൈൽ ഷോപ്പ്. ചാല് കാണിക്കൂ, കൈ പോകുമോ? സബ്സ്ക്രൈബ് ചെയ്തു. ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബ് പറ്റുമെങ്കിൽ തടി കുറച്ച് കുറയ്ക്കുക, അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. ശ്രീകുമാർ ചേട്ടൻ പറയുന്ന തടി കുറച്ച് കുറയ്ക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോഴത്തേക്ക് ഫാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കണ്ടേ? തടി കുറച്ച് കുറയ്ക്കണം. കുറച്ചാൽ നമ്മൾ കുറച്ചുകൂടെ യങ് ആയിട്ടിരിക്കും, കുറച്ചുകൂടെ ചെറുപ്പമായിട്ടിരിക്കും. ശരിയാ, അത് നല്ലത് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ചുമ്മാ തടി വെച്ചാൽ കൊള്ളത്തില്ലല്ലോ, ഒരുമാതിരി ഷേപ്പ്ലെസ് ആയിട്ട് പോകത്തില്ലേ. താങ്ക് യു. എല്ലാവരും ലൈക്ക് അടിക്കണേ. എന്നാൽ നമുക്ക് വൈകിട്ട് കാണാം. വൈകിട്ട് ചിലപ്പോൾ ഞാനൊരു കല്യാണ റിസപ്ഷന് പോവും. പോയില്ലെങ്കിൽ വരാം. പോയില്ലെങ്കിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുക. കുറച്ച് കുട്ടികൾ ഫുൾ സപ്പോർട്ടാണോ? കുട്ടികളൊക്കെ സപ്പോർട്ടാണ്. ഫാമിലി, എൻ്റെ ഫാമിലി, ഹസ്ബൻഡ്, പിള്ളേർ സപ്പോർട്ടാണ്. എന്നാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും, കല്യാണം കഴിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ എപ്പോഴും അടിയും ബഹളമായിരിക്കും. അപ്പോൾ ഒരാളെന്തോ പറഞ്ഞല്ലോ. മൈ നെയിം ഈസ് ഹരിപ്രസാദ് ഫ്രം തിരുപ്പതി. ഹായ് ഹരിപ്രസാദ്. ഹായ് ഹരിപ്രസാദ്. ഞാൻ ഫ്രം തിരുപ്പതി, ആന്ധ്രാപ്രദേശ്. ഹലോ, ഹായ്, ഹൗ ആർ യു ഹരിപ്രസാദ്? തടി കുറഞ്ഞാൽ 10 വയസ്സ് കുറയും. മുഴുവൻകളെ തടി കുറച്ചു, പക്ഷേ ഈ ഷേപ്പ് തന്നെ നിൽക്കണം. ഒരു ദിവസം വന്നാൽ 1000 ഇക്കാക്കിയിട്ട് പോകണം. 1000. ഇന്നലെ പക്ഷെ 1800 പേരൊക്കെ വന്നതാണ്. അതപ്പുറത്ത് കറണ്ട് പോയി ഗൈസ്. ഇനിയിപ്പം ഭയങ്കര ചൂട്. അപ്പോൾ ശരി, വൈകിട്ട് ഞാനിപ്പോൾ കല്യാണ റിസപ്ഷന് പോയിട്ട് നേരത്തെ വരുവാണെങ്കിൽ ലൈവിന് വരാം. അല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. അപ്പോൾ ശരി, ഞാൻ പോവാണേ. ചോറും, ഒരാൾ പറഞ്ഞില്ലേ ചോറും കറിയൊക്കെ ആയോന്ന്. അപ്പോൾ എല്ലാം റെഡിയാക്കണം. കുറേ ജോലിയുണ്ട്. തുണി വാഷിംഗ് മെഷീനകത്ത് ഇടണം, വിരിക്കണം, അങ്ങനെ ഒരുപാട് തുണി. ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനകത്ത് ഇടാൻ പറ്റത്തില്ല, കറണ്ട് പോയില്ലേ. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വരാവേ. അപ്പോൾ ശരി, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി ഇത്രയും പേര് വന്നതിൽ. എല്ലാവരും ലൈക്ക് ചെയ്ത്, ലൈക്ക് അടിച്ച് കമൻ്റൊക്കെ ഇട്ട് നല്ല നല്ല കമൻസ് ഇടാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നല്ലത് ഇടാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണ്ട. നല്ല കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണേ. അപ്പോൾ ശരി, ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സ്നേഹം, എന്ന് സ്നേഹം മാത്രം. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.